സോളാർ കമ്മീഷനിൽ ഉമ്മൻചാണ്ടിയുടെ വിസ്താരം ആരംഭിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ സിജു നൽകും. സിജു, വിസ്താരം ആരംഭിച്ചുവോ? ആദ്യം ആരാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ വിസ്തരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്? പ്രജീഷ് 11 മണിയോട് കൂടി തന്നെയാണ് സോളാർ കമ്മീഷനിൽ ഉമ്മൻചാണ്ടിയെ വിസ്തരിച്ചത്. ഇപ്പോൾ ആദ്യമായിട്ട് ബാംഗ്ലൂർ കേസിലെ വിധിപ്പറവ്, അതായത് കുരുവിള വ്യവസായി കുരുവിള ബാംഗ്ലൂർ കോടതി നൽകിയിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഇപ്പോൾ കമ്മീഷനിൽ അതുമായി ബന്ധപ്പെട്ട വിസ്താരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂർ കേസിലെ വിധിപ്പകർപ്പ്, അതായത് ഉമ്മൻചാണ്ടി ഉൾപ്പെടെ 6 പ്രതികൾ 3 കോടിയോളം രൂപ കെട്ടിവെക്കണമെന്നുള്ള വിധി, ബാംഗ്ലൂർ കോടതിയുടെ വിധിയാണ് ഇപ്പോൾ ആ കമ്മീഷനിൽ കുരുവിള ഹാജരാക്കിയിരിക്കുന്നു. ഉമ്മൻചാണ്ടിയെ ക്രോസ് വിസ്താരം ചെയ്യാൻ അനുമതി നൽകണമെന്ന് കുരുവിള ആവശ്യപ്പെട്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. ലോയേഴ്സ് യൂണിയനാണ് ഇപ്പോൾ നിലവിൽ ഉമ്മൻചാണ്ടിയെ വിസ്തരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഉമ്മൻചാണ്ടിക്കെതിരെ കമ്മീഷൻ വെളിപ്പെടുത്തിയ ആരോപണങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? പക്ഷേ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ തെറ്റാണ് എന്നാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ കമ്മീഷന് മുൻപാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോയേഴ്സ് യൂണിയന്റെ വിസ്താരമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെയും അതോടൊപ്പം തന്നെ ഓഫീസിലെയും CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചു എന്ന ആരോപണം ഉയർന്നിരുന്നു. CCTV കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് സ്ഥാപിച്ചു എന്നാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 14 ദിവസത്തെ ദൃശ്യങ്ങൾ മാത്രമേ പതിയൂ എന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല, എമർജിംഗ് കേരളയിൽ ടീം സോളാറിന്റെ പ്രോജക്റ്റ് ഉണ്ടായിരുന്നില്ല എന്നുമാണ് ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്നത്. തന്റെ കത്തുപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. അതിൽ അന്വേഷണം നടത്തി വ്യാജമാണെന്ന് കണ്ടെത്തുകയും പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്തതാണ്. തന്റെ ഔദ്യോഗിക വസതിയിലും ഓഫീസിലും സോളാർ പാനൽ സ്ഥാപിച്ചത് ടീം സോളാറാണെന്ന ആരോപണം തെറ്റാണെന്നും തെളിഞ്ഞു എന്നാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 11 മണിക്ക് മുമ്പ് ഉമ്മൻചാണ്ടി ഹാജരാകാൻ വന്നപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകിയിരുന്നു. തനിക്ക് പറയാനുള്ളതെല്ലാം, സോളാർ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് പറയാനുള്ളതെല്ലാം കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ കമ്മീഷൻ മുൻപാകെ അറിയിച്ചതാണ്. അത് ഇനി വീണ്ടും ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാത്രം വന്നതാണെന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ബാംഗ്ലൂർ കേസിലെ വിധി ഉമ്മൻചാണ്ടിക്ക് ഒരു വലിയ തിരിച്ചടി തന്നെ ആയിട്ടുണ്ട്. ബാംഗ്ലൂർ, അതായത് വ്യവസായി കുരുവിളയ്ക്ക് സോളാർ പ്ലാന്റ് സ്ഥാപിച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി 13 കോടി രൂപ തട്ടിയെന്നാണ് കുരുവിള പറഞ്ഞിരുന്നത്. ഇതിനെ തുടർന്ന് 3 കോടിയോളം രൂപ തിരിച്ചടയ്ക്കും ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള 6 പേർ പ്രതികൾ പൈസ അടയ്ക്കണമെന്ന് ബാംഗ്ലൂർ കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇതിനെതിരെ, ഈ വിധിക്കെതിരെ ഉമ്മൻചാണ്ടി സമീപിച്ച അതും കോടതി തള്ളുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വളരെ നിർണായകമാണ് ഉമ്മൻചാണ്ടിയുടെ സോളാർ കമ്മീഷനിലെ ഇപ്പോഴുള്ള വിസ്താരം. ഇപ്പോൾ ലോയേഴ്സ് യൂണിയനാണ് ഉമ്മൻചാണ്ടിയെ വിസ്തരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചിരിക്കുന്നത്. പറയുന്ന കാര്യങ്ങൾ ഇതാണ്: സെക്രട്ടേറിയറ്റിലെയും അതോടൊപ്പം തന്നെ ഓഫീസിലെയും CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചു എന്ന ആരോപണം ഉയർന്നിരുന്നു. പക്ഷേ ഈ CCTV സ്ഥാപിച്ചത് LDF സർക്കാരിന്റെ കാലത്താണെന്നുള്ള വാദമാണ് ഉമ്മൻചാണ്ടി ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, 14 ദിവസത്തെ അന്ന് തന്നെ വിവാദമായതാണ് അതായത് പത്തനംതിട്ടയിലെ പാറ ഖന വ്യവസായിയായിരുന്ന മല്ലേലി ശ്രീധരൻ നായരും സരിതയോടൊപ്പം ഉമ്മൻചാണ്ടി